പ്രണയാംശം രചന ശ്രീയക്കു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ലച്ചു നിമ്മിയും ജോലിക്ക് പോകാൻ വേണ്ടി റെഡിയാകുമ്പോഴായിരുന്നു എന്തൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ഭാരതിയമ്മയെ ശ്രദ്ധിച്ച് ഇരുവരും പരസ്പരം നോക്കി. എന്താണെന്ന് ചോദിച്ചെങ്കിലും ഇരുവർക്കും കാര്യം അറിയാത്തതുകൊണ്ട് തന്നെ അവർ ഭാരതിയമ്മയുടെ അടുത്തേക്ക് ചെന്നു. എന്തുപറ്റി ഭാരതിക്കുട്ടി, എന്തെങ്കിലും മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്? ഒന്നുമില്ല മക്കളെ, ഇത്ര നാൾ നിലമോളും കുഞ്ഞിപ്പെണ്ണും കൂടെ ഉണ്ടായിട്ട് ഇപ്പൊ അവരില്ലാത്തതുകൊണ്ട് എന്തോ ഒരു വിഷമം. അതാണ് കാര്യം. അതിനിങ്ങനെ വിഷമിക്കാൻ പാടുണ്ടോ? വിഷമം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് മക്കളെ. പക്ഷെ മോളുടെയും കുഞ്ഞിൻ്റെയും നല്ലതിനാണല്ലോ ഇതെല്ലാം എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നുക. ഈ കണ്ട കാലത്തോളം ആ പാവ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇനിയും അതിന് കഷ്ടപ്പാടൊന്നും ഉണ്ടാവരുതെന്ന് എൻ്റെ പ്രാർത്ഥന. കാശിമോനും നിലമോളും കുഞ്ഞിപ്പെണ്ണും കൂടി സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാണ് ഞാനിപ്പോൾ എന്നും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അത് തന്നെയാണ് വേണ്ട ഭാരതിയമ്മേ. പാവം എൻ്റെ നില ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇനി അവളുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള കഷ്ടപ്പാടും ഉണ്ടാവില്ല. അതിന് കാശിയായിട്ട് അനുവദിക്കില്ല. ആ ഒരു ഉറപ്പെനിക്കുണ്ട്. പക്ഷേ സത്യങ്ങളെല്ലാം തിരിച്ചറിയുമ്പോൾ അവൾ കാശിയേണ്ട അംഗീകരിക്കുന്നതിൻ്റെ പേടി. എനിക്കും അങ്ങനെ ഒരു പേടിയുണ്ട് മോളെ. പക്ഷേ കാശിമോൻ്റെ സ്നേഹം നിലമോൾക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ല എന്നാ എൻ്റെ വിശ്വാസം. എനിക്കും കാശിയേണ്ട പ്രണയത്തിൽ വിശ്വാസമുണ്ട്. ഒരു മനുഷ്യനെ പോലെ പ്രണയിക്കാൻ ആ മനുഷ്യന് മാത്രമേ പറ്റൂ. അതെനിക്ക് ഇതിനോടകം ബോധ്യപ്പെട്ട കാര്യമാണ്. പിന്നെ ഭാരതീയക്കാരോ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അവർ നാളെ കാണാം. അത് വേണോ മോളെ? കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ നമുക്ക് അവിടേക്ക് അയച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കാശിമോനെ നമ്മൾക്ക് വിശ്വാസമില്ലാത്തതുണ്ടാന്ന് കരുതില്ലേ അവർ? അതിനാര് ദ്വാരകയിലേക്ക് പോകുന്നു? ഞാൻ പറഞ്ഞ നാളെ നിളമോട് ഓപ്പറേഷനാണ്. അവിടേക്ക് എന്തായാലും നിലയും കുഞ്ഞും കാശിയേണ്ടി വരും. അപ്പം നമുക്ക് അവരോട് വെച്ച് കാണാമല്ലോ എന്നാ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ ഭാരതിയമ്മയോട് ടി വി കണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കുക. അപ്പോഴേക്കും ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരാം. ഇരുവരും ഭാരതിയമ്മയുടെ യാത്രയും പറഞ്ഞു പോയതും ഭാരതിയമ്മ അവരുടെ ചെറിയ പണികളിലേക്ക് കടന്നു. ഇന്ന് തനിക്കേറ്റ അപമാന ഭാരത്താൽ ദേഷ്യം കൊണ്ട് വിറഞ്ഞിരിക്കുകയായിരുന്നു കൃതി. റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവിടെ നടത്തവും മുഖഭാവവും എല്ലാം കണ്ട് സുനിതക്കൽപ്പം ഭയം തോന്നിയെങ്കിലും അവരവിടെ അടുത്തേക്ക് ചെന്നു. മോളെ വേണ്ട, ആൻറ്റി ഒന്നും പറയണ്ട. ആൻറ്റി കൂടി ചേർന്നല്ലേ ഇന്നലെ അവരുടെ മുമ്പിൽ അപമാനിച്ച്? ഒരിക്കലുമില്ല മോളെ. മോളെ മനഃപൂർവ്വം അപമാനിക്കാൻ ഈ ആൻറ്റി കൂട്ടുനിൽക്കാൻ തോന്നുന്നുണ്ടോ? ഇത് ആ സമയത്ത് വേറെ നിവൃത്തിയില്ലാതെ പറഞ്ഞു പോയതാ. മോൾക്കറിയാലോ ഡിവോഴ്സിൻ്റെ കാര്യം. അതെങ്ങനെയെങ്കിലും തടഞ്ഞ് ഇവിടെ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവൻ കനിയണം. അതിനുവേണ്ടി അവൻ്റെ കൂടെ സ്നേഹം നടിച്ച് നിൽക്കണം. എന്നാലേ കാര്യം നടക്കൂ. അപ്പം എൻ്റെ കാര്യം ഞാൻ എന്ത് ചെയ്യും? അവനെ ഞാൻ സ്വീകരിക്കുമോ? സ്വീകരിക്കും മോളെ. എനിക്കിവിടെ അവൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയ പതിയെ സ്നേഹം നടിച്ച് അവൻ്റെ മനസ്സ് മാറ്റി ഇപ്പം അവൻ്റെ ഭാര്യയുടെ സ്ഥാനം അലങ്കരിക്കുന്ന ആ ദരിദ്രവാസി പെണ്ണിനെ അടിച്ച് പുറത്താക്കി അവിടെ മോളെ പ്രതിഷ്ഠിക്കുന്ന കാര്യം ഈ ആൻറ്റി ഏറ്റു. അത് വേണം ആൻറ്റി. അവൻ്റെ ഭാര്യയുടെ സ്ഥാനം ഈ കൃതിക്ക് മാത്രം അവകാശപ്പെട്ടതാ. അതിൽ മറ്റൊരു അവകാശം ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. ഇന്ന് തന്നെ എനിക്കുണ്ടായ അപമാനത്തിന് കാരണം അവൾ ഒറ്റൊരുത്തിയ. അവളെ കാണിക്കാൻ വേണ്ടി മാത്രം എൻ്റെ കാശി ബേബിനോട് ഇങ്ങനെ പെരുമാറിയത്. ഇതിനെല്ലാം ചേർന്ന് നല്ലൊരു പണി തന്നെ ഞാൻ അവൾക്ക് അധികം വൈകാതെ കൊടുക്കുന്നുണ്ട്. ഒപ്പം അവിടെ ആ പിഴച്ച് സമ്മതിക്കും. കൃതി പകയിരുന്ന കണ്ണാലെ പറയുന്ന കേട്ട് സുനിതയുടെ ചുണ്ടിൽ പൈശാചികമായൊരു പുഞ്ചിരി വിരിഞ്ഞു. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതും രാഘവറാമും കുടുംബവും ഹർഷനും കുടുംബവും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയി. പോകുന്നതിന് മുമ്പ് നിലയും കാശിയും വീടുകളിലേക്ക് ക്ഷണിച്ചതിന് ശേഷമാണ് അവർ പോയത്. മുതിർന്നവരെല്ലാം പോയെങ്കിലും മക്കൾ രണ്ടുപേരെ ഇവിടെ നിർത്തിയിട്ടാണ് അവർ പോയത്. ആകാശ് കാശിയുടെ സന്തത സഹചാരി ആയതുകൊണ്ട് എപ്പോഴും അവർ ഒരുമിച്ച് തന്നെയാണ് ഉണ്ടാവുക. ഇപ്പോൾ അതിനു പുറമെ രാഘവ് തന്റെ മകന് കുറച്ച് ഉത്തരവാദിത്വ ബോധമൊക്കെ വളർത്താൻ വേണ്ടി കാശിയുടെ ഒപ്പം നിർത്തിയാണ് പോയത്. ചെറിയച്ഛൻ പറഞ്ഞ് ഇനി അനുസരിച്ചില്ലെന്ന് വേണ്ടെന്ന് വിചാരിച്ച് അവർ പോയതിന് പുറകെ തന്നെ കാശി ഒരു കെട്ട് ഫയലെടുത്ത് ധീരജിന് മുമ്പിൽ ഇട്ടുകൊടുത്തു. അതെല്ലാം കറക്റ്റ് ചെയ്ത് വൈകുന്നേരത്തിന് മുമ്പ് കാണിക്കണമെന്നും പറഞ്ഞു. ഇതെല്ലാം കണ്ട് ചിരിയോടെ അവരെ കളിയാക്കിക്കൊണ്ടെന്ന് ആകാശിന് കൊടുത്തു ഒരു കെട്ട് ഫയൽ. അതോടുകൂടി അവൻ്റെ ശരിയിൽ നിന്നു. പിന്നെ ഇരുവരും അവനെ നന്നായി സ്മരിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഓഫീസ് റൂമിൽ നിന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി. കാശി പിന്നെ നിലയെ കല്യാണം കഴിച്ചതോടുകൂടി ഓഫീസും ബിസിനസ്സും എല്ലാം മറന്നുമട്ടാണ്. 24 മണിക്കൂറും അവളുടെയും കുഞ്ഞിനെയും പിന്നാലെയാണ് അവൻ്റെ നടത്തം. എന്നാൽ അവൻ വരുന്ന കണ്ട ആ നിമിഷം നില ടോം ആൻഡ് ജെറിയിലെ ജെറി ഓടുന്ന പോലെ ഒരൊറ്റ ഓട്ടമാണ്. എന്നാലും എവിടെ പോയാലും പുറകെ കാശി ഉണ്ടാവും. ഒരു മിനിറ്റ് പോലും അവളെ പഴയ ഓർമ്മകളിലേക്ക് വിട്ടുകൊടുക്കാൻ അവൻ അനുവദിച്ചിരുന്നില്ല. അങ്ങനെ കളിയും ചിരിയുമായിട്ട് ഉച്ചഭക്ഷണം കഴിച്ചിരിക്കുമ്പോഴാണ് പോസ്റ്റ്മാൻ വന്ന്. ആരാണ് സുനിത? അവർക്ക് ലെറ്റർ ഉണ്ട്. പോസ്റ്റ്മാനെ കണ്ടപ്പോൾ തന്നെ അത് ആർക്കുള്ളതാണെന്ന് എന്തിനുള്ളതാണെന്ന് കാശിക മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് രാമേട്ടനെ വിളിച്ചു. രാമേട്ടാ പോയി സുനിത കൊച്ചമ്മനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്നിത് കൈപ്പറ്റാൻ പറയും. ശരി കുഞ്ഞേ. രാമേട്ടൻ അപ്പോൾ തന്നെ സുനിതയെ വിളിക്കാൻ വേണ്ടി അവരുടെ മുറിയിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ രാമേട്ടൻ്റെ പുറകെ സുനിതയും കൃതി അവിടേക്ക് വന്നു. അതിനുശേഷം സൈൻ ചെയ്ത ലെറ്റർ കൈപ്പറ്റി. എന്നാൽ അത് തുറന്നു നോക്കിയ സുനിത ഞെട്ടിക്കൊണ്ട് രഘുറാമും കാശിയിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി. പിന്നെ ഒരു കള്ളക്കരച്ചിലോട് അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നെ ഉപേക്ഷിക്കലേ രഘു, ഞാനിനി ഒന്നിനും വരില്ല. രഘു പറയുന്ന പോലെ അടങ്ങി ഒതുങ്ങി ആർക്കും ഒരു ദോഷം വരാത്ത രീതിയിൽ ഈ വീട്ടിൽ നിങ്ങളെയൊക്കെ സ്നേഹിച്ച് കഴിഞ്ഞുകൊള്ളാം. സുനിതയുടെ അഭിനയം കണ്ടപ്പോൾ തന്നെ കൃതിക്ക് മനസ്സിലായി കയ്യിലിരിക്കുന്ന ഡിവോഴ്സ് നോട്ടീസാണെന്ന്. കാശി ഇന്നലെ അങ്ങനെ പറഞ്ഞെങ്കിലും ഇത്ര പെട്ടെന്ന് അങ്ങനെ നടപടി അവൻ്റെ അടുത്ത് സത്യത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. രണ്ടുപേർക്കും അതിൻ്റെ ഞെട്ടൽ നല്ലപോലെയുണ്ട്. മോനെ ഒന്ന് പറ മോനെ, നിന്റെ അമ്മയല്ലേടാ ഞാൻ? അമ്മയോ? ആരുടെ അമ്മ? ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അറിയെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള പ്രവൃത്തിയോട് ചെയ്യുമോ?
പെറ്റമ്മയുടെ സ്നേഹവും വാത്സല്യം ലഭിക്കേണ്ട സമയത്ത് എനിക്ക് കിട്ടിയത് എൻ്റെ രേഖമ്മയുടെ സ്നേഹവും വാത്സല്യമായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ കണ്ടവൻ്റെ കൂടെ പോയി വീണ്ടും തിരിച്ചു വന്ന നിങ്ങളെ ഞാൻ കയ്യൊന്നിട്ട് സ്വീകരിച്ച് എൻ്റെ അമ്മയായി ഇവിടെ വാഴിക്കാൻ നിങ്ങൾ കരുതിയോ? മോനെ, ആകെ പണ്ടത്തെ കാര്യമില്ലേ. ഇപ്പം ഞാൻ ഒരുപാട് മാറി. എനിക്കിപ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് എൻ്റെ തെറ്റുകൾ. അതെല്ലാം തിരുത്താൻ ഞാൻ തയ്യാറാണ്. ആഹാ, അത് കൊള്ളാലോ. നിങ്ങളെങ്ങനെ തിരുത്തും? ഞാനൊന്ന് കേൾക്കട്ടെ. ചെറുപ്പം മുതൽ ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് നഷ്ടമായ അമ്മയുടെ സ്നേഹം തിരികെ തരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എൻ്റെ അച്ഛന് നഷ്ടമായ ദാമ്പത്യ ജീവിതം തിരികെ നൽകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതിനെല്ലാം ചേർത്ത് ഇനി മുതൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചോളാം മോനെ. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടല്ലേ. നാണമുണ്ടോ സ്ത്രീ നിങ്ങൾക്ക്? ഇതെന്നെ മുഖത്ത് നോക്കി പറയാൻ. ഇനി മുതൽ സ്നേഹിച്ചോളാന്ന് പോലും. ആർക്ക് വേണം നിങ്ങളുടെ സ്നേഹം? അതൊക്കെ കൊണ്ടുപോയി നിങ്ങളുടെ ആങ്ങളമാർക്കും മക്കൾക്കും പിന്നെ അന്ന് കൂടെ പോയില്ലേ അയാൾക്കും കൊണ്ട് കൊടുക്ക് മോനെ. ഇനി നിങ്ങളുടെ വായിന്ന് അങ്ങനെ ഒരു വാക്ക് കേട്ടാ പിന്നെ ഇപ്പൊ കാണുന്ന കാശിയാവില്ല നിങ്ങൾ കാണുക. അതുകൊണ്ട് മിണ്ടാതെ അന്തവിളയും വിളിച്ച് ഇറങ്ങാൻ നോക്കിക്കോ. അത് കേട്ടതും സുനിതയിലും കൃതിയിലും വീണ്ടും ഞെട്ടലുണ്ടായി. അവർ വീണ്ടും എന്തോ പറയാൻ തുടങ്ങുന്ന കണ്ട് കാശിയാവിന്റെ ചുണ്ടിൽ വിരൽ വെച്ചു. രണ്ടും ഇനി ശബ്ദിച്ചു പോരുത്. മര്യാദക്ക് പെട്ടിയും കിടക്കെടുത്ത് ഇറങ്ങാൻ നോക്കിക്കോ. കാശിയുടെ സംസാരത്തിന്റെ ഭാവമാറ്റം കണ്ട് ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ അവൻ തല്ലിയിറക്കുന്ന കണ്ട് അവരിരുവരും മുറിയിൽ പോയി ബാഗ് പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. രാമേട്ടാ, വീട്ടിലെ പ്രേതവും ഭൂതമൊക്കെ അങ്ങ് ഇറങ്ങിപ്പോയി. അതുകൊണ്ട് ആ വാതിലും കടച്ചേക്ക്. കാശി പറഞ്ഞു കേട്ട് രാമേട്ടൻ വേഗം തന്നെ വാതിലടച്ചു. അത് സത്യത്തിൽ തങ്ങളുടെ മുഖത്തേറ്റൊരു പ്രഹരമായിട്ടാണ് അവർക്ക് ഇരുവർക്കും തോന്നിയത്. ഇല്ല കാശി, ഇതിന് നിന്നെ കൊണ്ട് ഞാൻ കണക്ക് പറയിപ്പിക്കും. എന്നെ പുറത്താക്കിയ നിന്നെ കൊണ്ട് തന്നെ ഞാൻ എന്നെ ഇവിടെ കൈ പിടിച്ച് കയറ്റിക്കും. മോള് പേടിക്കണ്ട, നമ്മൾ അധികം വൈകാതെ തന്നെ വീണ്ടും ഇവിടേക്ക് തിരിച്ചു കയറി. എന്തായാലും ആദ്യ ഹിയറിംഗ് വരെ നമുക്ക് വീട്ടിൽ നിൽക്കാം. അതിനുശേഷം എങ്ങനെയെങ്കിലും രഘുവിന്റെ കൈയും കാലും പിടിച്ച് കുറച്ച് ദിവസമെങ്കിലും മോൻ്റെ അയാളുടെയും കൂടെ നിൽക്കണമെന്ന് പറഞ്ഞ് തിരിച്ച് ഇവിടേക്ക് തന്നെ കയറണം. ആ കാലയളവ് മതി നമുക്കിവിടെ നമ്മുടേതായ നിലയുറപ്പിക്കാം. സുനിത കുടിലതയോടെ പറയുന്ന കേട്ട് കൃതിയുടെ ചുണ്ടിൽ വന്യമായൊരു പുഞ്ചിരി വിരിഞ്ഞു. അവരെ ഇറക്കി വിട്ടതിന് ശേഷം അച്ഛനെ ആശ്വസിപ്പിച്ച് മുറിയിലേക്കാക്കി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് കാശിയുടെ ഫോണിലേക്ക് ജോയലിന്റെ കോൾ വന്ന്. അത് കണ്ട് അവ പതിയെ പുറത്തേക്ക് ഇറങ്ങി. എന്തായി മോനെ കാര്യങ്ങൾ? നിന്റെ പ്രണയന്റെ അനിയത്തി കൂടിയിട്ട് തുറന്നു പറഞ്ഞോ? പറഞ്ഞോളിയാ. അപ്പൊ കാര്യങ്ങളെല്ലാം പോസിറ്റീവായ സ്ഥിതിക്ക് ഇനി എന്താ നിന്റെ നെക്സ്റ്റ് പ്ലാൻ? അവൾക്ക് സമ്മതമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ ഒരു ആകാശനോട് പറഞ്ഞിരുന്നില്ലല്ലോ, പിന്നെ നീ അറിഞ്ഞു? എടാ പൊട്ട, നിന്റെ ഈ സന്തോഷത്തോടെയുള്ള സംസാരത്തിന്റെ മറുപടി പോസിറ്റീവാണെന്ന് ഏതൊരാൾക്കും മനസ്സിലാവും. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പറ. എന്തു പറയാ, ഇപ്പോഴും കാര്യങ്ങൾ അങ്ങോട്ട് മുഴുവനായിട്ടും ശരിയായിട്ടില്ല. നിന്റെ പെണ്ണ്, അതായത് എൻ്റെ നിലപ്പങ്ങൾ സമ്മതിച്ചാൽ മാത്രമേ അവൾ എന്നെ കെട്ടുള്ളൂ എന്നാ പറഞ്ഞു. പിന്നെ ഞാനൊരു പ്രപ്പോസലായിട്ട് വന്നാൽ അവൾക്ക് അതിന് സമ്മതക്കുറവൊന്നുമില്ലെന്ന് മാത്രം. എന്നാലും നീ പറഞ്ഞ പോലെ തന്നെ അവൾ പറഞ്ഞു കളഞ്ഞല്ലോടാ. എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നീ എൻ്റെ പെങ്ങളെ അവിടെ അനിയത്തിമാനെ ശരിക്കും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മനസ്സിലാക്കാതിരിക്കൂടാ. വർഷങ്ങളോളം നെഞ്ചിക്കൊണ്ട് നടന്നല്ലേ ഞാൻ എൻ്റെ പെണ്ണിനെ. അവളുടെ അതേ രക്തം തന്നെയല്ലേ അവരും. ആ ഒരിക്കലും അവരുടെ ചേച്ചിയെ തടഞ്ഞ് ഒന്നും തന്നെ ചെയ്യില്ല. ശരിയാ. എന്തായാലും നാളത്തെ ഓപ്പറേഷൻ നിങ്ങൾ ഇവിടേക്ക് വരുമല്ലോ. അപ്പം ഞാൻ പെങ്ങളോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. നീയും കട്ട കൂടുന്നേക്കണേ. പെങ്ങൾക്കും ഓക്കെയാണെങ്കിൽ പിന്നെ ഒഫീഷ്യലായി അവിടെ വന്ന് പെണ്ണ് ചോദിച്ചോളാം. എല്ലാം സാറ് തീരുമാനിച്ചു വെച്ചേക്കല്ലേ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ, അടിയാ അനുസരിച്ചോളാമേ. കാശി ഒരു ചിരിയോടെ പറഞ്ഞു. ജോയലിന്റെ പൊട്ടിച്ചിരി മറുഭാഗത്ത് ഉയർന്നു. ഉച്ചയ്ക്ക് കുഞ്ഞിനെ ഓർക്കാൻ മുറിയിലേക്ക് പോയത് കൊണ്ട് തന്നെ നീല അവിടെ നടന്ന സംഭവവികാസങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. കുഞ്ഞിന്റെ ഒപ്പം കിടന്ന് അവൾ എപ്പോഴോ മയങ്ങിപ്പോയിരുന്നു. പിന്നെ ഉണർന്നത് തന്റെ തലയിൽ ആരോ തലോടെന്ന് അറിഞ്ഞുകൊണ്ടാണ്. കണ്ണു തുറന്നു തന്റെ അടുത്ത് തന്നെ കണ്ണിമൊട്ടാതെ നോക്കി അതിയായ വാത്സല്യത്തോടെയും പ്രണയത്തോടെയും ഇരിക്കുന്ന കാശിയെ കണ്ട് അവൾ പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് ചാടി എഴുന്നേൽക്കാൻ തുടങ്ങി. ഒന്ന് പതിയവണ്, നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് കിടന്നുറങ്ങുന്ന നീ കാണുന്നില്ലേ? അപ്പോഴാണ് അവൾക്ക് സ്വബോധം വന്ന്. ആൾ വേഗം കുഞ്ഞെടുക്കുന്ന ഭാഗത്തേക്ക് നോക്കി. അവിടെ ചിണുങ്ങിക്കൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങുന്ന കുഞ്ഞിനെ കണ്ട് അവൾ പതിയെ കുഞ്ഞിപ്പെണ്ണിന്റെ കാലിലൊന്ന് തട്ടിക്കൊടുത്തു. എന്നിട്ടും ചിണുങ്ങുന്ന കണ്ട് അവൾ ദയനീയമായി കാശിയെ നോക്കി. അവളുടെ മുഖഭാവം കണ്ട് അവൻ അവളെ നോക്കി കണ്ണി ചിമ്മി കാണിച്ച് കുഞ്ഞിപ്പെണ്ണിന്റെ അടുത്തേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് പതിയെ തട്ടിക്കൊടുക്കാൻ തുടങ്ങി. ഒരു 2-3 പ്രാവശ്യം തട്ടിക്കൊടുത്തും അവൾ പഴയപടി കിടന്നുറങ്ങാൻ തുടങ്ങി. ഇത് കണ്ട നിലയുടെ ചുണ്ട് കൂർത്തു. ഞാനും ഇതന്നെയല്ലേ ചെയ്ത്. എന്നിട്ട് ഉറങ്ങാതെ അവിടെ അച്ഛവൻ തട്ടിക്കൊടുത്തപ്പോൾ ഒരു കുഴപ്പമുണ്ടാക്കാതെ കിടന്നുറങ്ങുന്നുണ്ടില്ലേ കള്ളി പെണ്ണ്. നിങ്ങളെ സ്വയം മനസ്സിൽ പറയാനാണ് ഉദ്ദേശിച്ചെങ്കിലും അത് കൃത്യമായി കാശിയുടെ കാതിൽ പതിഞ്ഞിരുന്നു. എന്നാൽ അവിടെ പരിഭവം പറച്ചിൽ കേട്ട് കാശിക്ക് അതിയായ സന്തോഷമാണ് തോന്നിയത്. കാരണം ആദ്യമായിട്ടാണ് അവിടെ വായിൽ നിന്ന് തൻ്റെ കുഞ്ഞിനെ അച്ഛനായി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വാക്ക് കേൾക്കുന്നത്. അതിനാൽ ലോകം വെട്ടിപ്പിടിച്ച സന്തോഷം അനുഭവിക്കുന്നുണ്ടായിരുന്നു അവൻ ആ സമയം. എന്നാൽ പെട്ടെന്നാണ് അവനിൽ കുറുമ്പ് നിറഞ്ഞത്. എൻ്റെ പെണ്ണ്, പരിഭവം കൊണ്ട് ഈ ചുണ്ടിങ്ങനെ കൂർപ്പിച്ച് വെക്കേണ്ട. നിന്നെയും ഞാൻ ഇതുപോലെ കെട്ടിപ്പിടിച്ച് ഉറക്കി തരാടി. താൻ പറഞ്ഞവൻ കേട്ടെന്ന് മനസ്സിലായതും നില കണ്ണു മിഴിച്ച് അവനെ നോക്കി. അവൻ്റെ മുഖത്ത് അന്നേരം സ്ഥിരം വിരിയുന്ന കള്ളച്ചിരിയായിരുന്നു. അതുകൊണ്ട് അവൾ പെട്ടെന്ന് അവിടുന്ന് വാണം വിട്ട പോലെ ഒരു പോക്കായിരുന്നു. അവളുടെ വെപ്രാളം പിടിച്ചുള്ള ഓട്ടം കണ്ട് കാശിക്ക് ചിരി പൊട്ടിയെങ്കിലും അവനത് കടിച്ചു പിടിച്ച് തൻ്റെ പൊന്നോമിനെയും കെട്ടിപ്പിടിച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീണു. എന്നാൽ പിന്നീട് അവൻ ഉണർന്നിട്ടും അവൾ ആ പരിസരത്തേക്ക് കണ്ടില്ല. എവിടെയെങ്കിലും അവനെ നിഴൽ കണ്ടാൽ അപ്പം പോയി മറഞ്ഞു നിൽക്കും. സത്യത്തിൽ താൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവൾക്ക് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല.
അങ്ങനെ ഒളിച്ചുകളി നടത്തി അവസാനം രാത്രി ഉറങ്ങാൻ വേണ്ടി മുറിയിൽ വന്നപ്പോഴാണ് അവളെ കാശി കണ്ടിട്ടിയത്. എന്നാൽ അവൻ വന്ന് കണ്ട് ഇനി എവിടേക്ക് ഓടുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന അവളെ കണ്ട് അവൻ അവളുടെ അടുത്തേക്ക് പതിയെ ചുവട് വെച്ച്. അവൻ്റെ ആ വരവ് കണ്ട് അവൾ വരുന്നതിനനുസരിച്ച് പുറകിലേക്ക് നടക്കാൻ തുടങ്ങി. അവൾ പുറകിലേക്ക് നോക്കാൻ നടക്കുന്ന കാരണം അവളുടെ തൊട്ടടുത്ത് കിടക്കുന്ന ടേബിളിൽ ചെന്ന് അവൾ തട്ടുമെന്ന് കണ്ടതും കാശി അവളെ തടഞ്ഞു. നിലപെണ്ണെ, മതി നടന്ന്, ഞാൻ തന്നെ ഒന്നും ചെയ്യില്ല. ഇനി നടന്നാൽ ടേബിൾ പോയി തട്ടി വീഴും. കാശി പറയുന്നതായിട്ടാണ് നീല പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയത്. അവിടെ തന്നെ പുറകിലായി കിടക്കുന്ന ടേബിൾ കണ്ടതും നീല അല്പം ചമ്മലോടെ മുന്നിലോട്ട് നോക്കി. എന്നാൽ തന്റെ മുമ്പിൽ തന്നെ തൊട്ടില്ലെന്ന മട്ടിൽ ടേബിളിന്റെ ഇരു സൈഡിലും കൈകുത്തി നിൽക്കുന്ന കാശിയെ കണ്ട് അവളുടെ നെറ്റിയിലും മേൽച്ചുണ്ടിലും വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. കണ്ണുകൾ പരൽ മീനുകളെ പോലെ പിടക്കാൻ തുടങ്ങി. എന്നാൽ അവിടെ ഈ ഭാവങ്ങളെല്ലാം തിളങ്ങുന്ന കണ്ണുകളാൽ ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു കാശി. അവനവളെ മതിവരുവോളം ചുംബിക്കണമെന്നും മുറുകെ കെട്ടിപ്പിടിക്കണമെന്നുമെല്ലാം ഉണ്ടെങ്കിലും അവൻ തൽക്കാലത്തേക്ക് ആഗ്രഹങ്ങളെല്ലാം തടഞ്ഞു നിർത്തി. എന്നിട്ട് തൻ്റെ മുമ്പിൽ വിറയിലോടെ നിൽക്കുന്ന പെണ്ണിൻ്റെ മുഖത്തോട്ടൊന്ന് ഊതി. അവൻ്റെ ആ ചൂട് നിശ്വാസം തട്ടിയതും അവൾ പൊള്ളിപ്പിടഞ്ഞ പോലെ മിഴികൾ ഉയർത്തി അവനെ നോക്കി. ഇങ്ങനെയൊന്നും നോക്കില്ല പെണ്ണേ. അവൻ നെഞ്ചിൽ കൈവച്ച് അവളെ നോക്കി പറയുന്ന കേട്ട് അവൾ അത്ര നേരത്തെ പേടിയും വെപ്രാളവും എല്ലാം മറന്ന് അവൻ്റെ മുഖത്തോട് സംശയത്തോടെ നോക്കി. അവളുടെ നോട്ടം കണ്ടപ്പോഴേ അവന് കാര്യം മനസ്സിലായി. താൻ പറഞ്ഞെന്ന് അവൾക്ക് മനസ്സിലായിട്ട് കൂടിയില്ലെന്ന്. അവൻ ദീർഘമായി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് അവളോട് പറയാൻ തുടങ്ങി. നാളെ നമ്മുടെ നിളക്കുട്ടിയുടെ ഓപ്പറേഷനാണ്. എൻ്റെ പെണ്ണിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നല്ലേ അത്. അതുകൊണ്ട് നാളെ രാവിലെ തന്നെ നമുക്ക് അവിടേക്ക് പോകണം. കാശി പറയുന്ന കേട്ട് നിലയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു തുളുമ്പി. എന്നെ കൊണ്ടുപോകും? ചുണ്ടുകൾ വിരുമ്പിക്കൊണ്ടുള്ള അവൾ ആ ചോദ്യം കേട്ട് കാശിക്ക് അന്നേരം അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി. തൻ്റെ കുഞ്ഞിപ്പെണ്ണിനോട് തോന്നുന്ന പോലെ. പിന്നെ എൻ്റെ പെണ്ണിനെ കൊണ്ടുപോകാണ്ടിരിക്കുമോ? അവരുടെ ചേച്ചി പെണ്ണിനെ കൊണ്ടുവന്നില്ലെങ്കിൽ എൻ്റെ അനിയത്തി കുട്ടികൾ രണ്ടുപേരും കൂടി എന്നെ ഇടിച്ച് ശരിപ്പെടുത്തും. പിന്നെ നില ചേച്ചിയെ കാണാതെ ഓപ്പറേഷന് കാര്യമില്ലെന്ന് വാശിയില്ല നിള. അതുകൊണ്ട് നാളെ നേരത്തെ നമുക്ക് അവിടെ എത്തണം. നേരത്തെ തന്നെ പോവാം. എൻ്റെ കുട്ടികളെ എനിക്കും കാണാൻ തോന്നുന്നുണ്ട്. പാവ രണ്ടുപേരും. പണ്ട് മുതലേ എന്തിനും ഏതിനും അവർക്ക് ഈ ചേച്ചി പെണ്ണിനെ വേണം. അമ്മയെ അച്ഛനെ പോലും അടുപ്പിക്കില്ല, കുറുമ്പത്തികൾ. തൻ്റെ മുന്നിൽ അനിയത്തിമാരെ കുറിച്ച് വാചാലയായി നിൽക്കുന്ന നിലയെ അവനൊട്ടൊരു കൗതുകത്തോടെ നോക്കിയിരുന്നു. കാരണം അവളിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു സംസാരം അവൻ ആദ്യമായിട്ട് കേൾക്കുകയായിരുന്നു. അതിനാൽ അവൻ ആവോളം അത് ആസ്വദിച്ചു. എന്നാൽ പെട്ടെന്നാണ് എന്തോ പറഞ്ഞു തിരിഞ്ഞ നില തന്നെ നോക്കി നിൽക്കുന്ന കാശിയെ ശ്രദ്ധിച്ച്. അപ്പോഴാണ് താൻ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവളും ചിന്തിച്ച്. ഞാനത് പിന്നെ അറിയാതെ ഉറങ്ങില്ലേ, നേരത്തെ എണീക്കണ്ടേ? എന്താ അറിയാതെ എന്നാ പെണ്ണേ? എൻ്റെ പെണ്ണിനോട് എന്ത് വേണമെങ്കിലും പറയാലോ. അതിനിങ്ങനെ വെപ്രാളപ്പെടുകയും പേടിക്കുകയൊന്നും വേണ്ട. എന്തുണ്ടെങ്കിലും അത് തുറന്നു പറയാം. പിന്നെ ഉറങ്ങുന്ന കാര്യം, ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ച് ഉറക്കി തരാം കേട്ടോ. എനിക്കൊരു കുഴപ്പമില്ല. അവൻ കുസൃതിയോടെ ഇത് പറഞ്ഞതും അത്ര നേരം അവളിൽ നിന്ന് അകന്നു നിന്നിരുന്ന വെപ്രാളവും പരവേശവും പൂർവ്വസ്ഥിതി പ്രാപിച്ചു. വേഗം തന്നെ അവനെ മറികടന്ന് കുഞ്ഞിപ്പെണ്ണിൻ്റെ അടുത്ത് പോയി കിടന്നു. അതുകൊണ്ട് അവന് ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡ് ലാമ്പ് ഓണാക്കി തന്നിൽ നിന്ന് നീങ്ങിക്കിടക്കുന്ന നിലയെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് തന്നെ നെഞ്ചിലേക്ക് കയറ്റി കിടത്തി. ഒരു കയ്യാലെ ചുറ്റിപ്പിടിച്ച് മറുകയ്യാലെ പതിയെ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. ഇതെല്ലാം പെട്ടെന്നായതുകൊണ്ട് തന്നെ നിലക്ക് ആദ്യം എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. എന്നാൽ താനിപ്പോൾ കാശിയുടെ നെഞ്ചിലാണ് കിടക്കുന്നതെന്ന് കണ്ടതും അവൾ കുതിറിക്കൊണ്ട് അവനിൽ നിന്ന് അകന്നു മാറാൻ നോക്കി. എന്നാൽ കാശി അവളെ വിടാതെ തന്നിലേക്ക് തന്നെ അണച്ചു പിടിച്ചുകൊണ്ട് തലയിൽ തലോടിക്കൊണ്ടിരുന്നു. പിന്നെ താൻ എത്ര കുതിരയിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവൾ അവനിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നു. പതിയെ അവൻ്റെ ആ തലോടലിൽ അവൾ നിദ്രയെ പൊഴുകി. അവനും സന്തോഷത്തോടെ തന്നെ പാതിയെ ചേർത്ത് പിടിച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീണു. നേരം വെളുത്തതും വല്ലാത്ത ടെൻഷനോടുകൂടി ഇരിക്കുകയായിരുന്നില്ല. നീത പലതും പറഞ്ഞ് അവളെ ടെൻഷൻ ഫ്രീ ആക്കാൻ നോക്കിയെങ്കിലും അതൊന്നും അവളുടെ അടുത്തുകൂടെ പോകുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് അവിടേക്ക് ജോയൽ കയറി വന്നത്. അവളുടെ ടെൻഷനോടുള്ള മുഖം കണ്ടതും ജോയലിന് കാര്യം മനസ്സിലായി. എന്തിനാണ് തനിക്ക് ഇത്രയും ടെൻഷൻ? ഞാൻ പറഞ്ഞല്ലേ ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന്. ഒന്നുമില്ലെങ്കിലും തൻ്റെ കൂടെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഞാനല്ലേ ഉള്ളൂ. പിന്നെ എന്തിനാ താൻ പേടിക്കുന്നത്? അറിയില്ല, എനിക്കെന്തോ പേടി പോലെ. ചേച്ചിയെ കാണാൻ തോന്നുക. പേടിയൊക്കെ താൻ മാറ്റി വെച്ചേക്ക്. ഒരു കുഴപ്പമില്ല, ഞാൻ തന്നെ പഴയപടി ആക്കിയെടുത്തോണ്ട്. പിന്നെ ചേച്ചിയെ കാണുന്ന കാര്യം താഴെ എത്തിയെന്ന് പറഞ്ഞ് കാശി എനിക്ക് വിളിച്ചിരുന്നു. ഇപ്പോഴും എത്തിക്കാണും. ജോയൽ പറഞ്ഞു തരിലും കാശിയും നിലയും കുഞ്ഞു റൂമിലേക്ക് പ്രവേശിച്ചിരുന്നു. മുറിയിലേക്ക് കയറി വന്ന കാശിയെയും നിലയെയും കുഞ്ഞിപ്പെണ്ണിനെയും കണ്ടതും ജോയൽ നിലയുടെ അടുത്തുനിന്ന് എഴുന്നേറ്റിരുന്നു. ദാ വന്നല്ലോ താൻ കാത്തിരുന്ന ആള്. ജോയൽ നിലയെ നോക്കി അതും പറഞ്ഞുകൊണ്ട് നിലയുടെ അടുത്തേക്ക് ചെന്നു. കല്യാണത്തിന് അന്ന് തന്നെ ജോയൽ നിലയെ പരിചയപ്പെട്ടിരുന്നു. പിന്നെ അവനാണ് തന്റെ അനിയത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ എന്നറിഞ്ഞു. അവൾക്ക് അവനോട് പ്രത്യേക ഒരു ബഹുമാനവും തോന്നി. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചതും അവൾ അവന് ഹൃദ്യമായൊരു പുഞ്ചിരി തിരികെ സമ്മാനിച്ചു. എൻ്റെ പെങ്ങളെ കുറേ നേരമായി ചേച്ചിയെ കാണാൻ തോന്നുന്നു. ചേച്ചി വരാതെ ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതിക്കില്ലെന്നൊക്കെ പറഞ്ഞ് ഒരാളെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ജോയൽ പറയുന്ന കേട്ട് നീല അവനെ നോക്കി പതിയെ ഒന്ന് ചിരിച്ച് അവരുടെ അടുത്ത് നിന്ന് നീങ്ങി നീളയുടെ അടുത്ത് എന്ന് അവളുടെ തലമുടിയിൽ വാത്സല്യത്തോടെ തലോടി. ഇനി ചേച്ചിയുടെ കുട്ടി പേടിക്കണ്ട കേട്ടോ. പഴയ പോലെ ഓടിച്ചാടി നടക്കേണ്ട എൻ്റെ മോൾക്ക്. അതുകൊണ്ട് ധൈര്യമായിട്ട് ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയിക്കോട്ടോ. ചേച്ചി ഇതാ ഒരു വാതിലിനപ്പുറം ഇവിടെ ഉണ്ടാവും. എൻ്റെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്. അത്രയും പറഞ്ഞു തീരുമ്പോഴേക്കും നിലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു.
അത് കണ്ട നിളയും നിതയും കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. അവരുടെ ആ സ്നേഹം കണ്ട് ജോയലും കാശി ഒരു ചെറുപുഞ്ചിരിയോടെ അവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നിളയെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ സ്ട്രക്ചറുമായി നഴ്സും അറ്റൻഡറും വന്ന്. അതുകണ്ട് ജോയൽ വേഗം നിളയുടെ അടുത്തേക്ക് ചെന്നു. ആ മതി കരഞ്ഞു മതി, തിയേറ്ററിലേക്ക് പോകാൻ സമയമായിട്ടോ, ഇനി ബാക്കി കരച്ചിലും കെട്ടിപ്പിടിക്കലെല്ലാം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. ജോയൽ പറയുന്നതായിട്ട് അവൾ പേടിയോടെ നിളയുടെ കയ്യിൽ പിടിമുറുക്കി. അവളുടെ ആ പേടിച്ചരണ്ട മുഖം കണ്ട് നിലക്കും പേടിയായി. അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അത് ശരി, അനിയത്തിക്ക് ധൈര്യം കൊടുക്കേണ്ട ആളാണോ ഇങ്ങനെ പൂച്ചയെ പോലെ പേടിച്ചിരിക്കുന്നത്? കാശി കുഞ്ഞിപ്പണിനെ എടുത്തുകൊണ്ട് അവർക്കരിയിലേക്ക് ചെന്ന് ഇത് പറഞ്ഞു. നിളയും നിതയും അവനെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു. അവൻ നിളയെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് ഒരേട്ടന്റെ വാത്സല്യത്തോടെ നെറുകിൽ തലോടി ഏട്ടനുണ്ടെന്ന് പറയാതെ പറയുകയായിരുന്നു അവൻ ആ പ്രവൃത്തിയിലൂടെ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.